രക്തദാനം എളുപ്പമാക്കാൻ മൊബൈൽ ബ്ലഡ് ബാങ്ക് ആരംഭിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കൊച്ചിൻ വോളണ്ടറി ഡോണർ ബ്ലഡ് സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്ക് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ സഞ്ചരിക്കുന്ന ബ്ലഡ് ബാങ്കാണ് ഇത്. എവിടെ നിന്നും രക്തദാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IMA മൊബൈൽ ബ്ലഡ് ബാങ്കിന് തുടക്കമിട്ടിരിക്കുന്നത്. രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ഉതകുന്നതാണ് ഈ ബ്ലഡ് ബാങ്ക്. വലിയ ഹാളുകളും മറ്റും ബുക്ക് ചെയ്ത് രക്തദാന ക്യാമ്പ് നടത്തുന്നതിന് പകരം മൊബൈൽ ബ്ലഡ് ബാങ്കിന്റെ സേവനം സന്നദ്ധ സംഘടനകൾക്കുൾപ്പെടെ പ്രയോജനപ്പെടുത്താം. സേവനം തികച്ചും സൗജന്യമാണ് എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ഒരേ സമയം 3 പേർക്ക് രക്തദാനം നടത്താനുള്ള സൗകര്യം മൊബൈൽ ബ്ലഡ് ബാങ്ക് വാനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ബ്ലഡ് പ്രിസർവിംഗ് റെഫ്രിജറേറ്ററും വാനിലുണ്ട്. ശേഖരിച്ച രക്തം ഇതിൽ 1 വർഷക്കാലം സൂക്ഷിക്കാം. 70ഓളം ബ്ലഡ് ബാഗുകൾ സൂക്ഷിക്കാൻ പാകത്തിലാണ് റെഫ്രിജറേറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പോപ്പുലർ ഫണ്ട് വെഹിക്കിൾസ് ആൻഡ് സർവീസിന്റെ CSR ഫണ്ടിൽ നിന്നും 43 ലക്ഷം രൂപ ചിലവിട്ടാണ് മൊബൈൽ ബ്ലഡ് ബാങ്ക് സജ്ജമാക്കിയിരിക്കുന്നത്. മൊബൈൽ ബ്ലഡ് ബാങ്കിന് പുറമെ വോളണ്ടറി ഡോണർ ബ്ലഡ് സെന്ററിൽ സാംക്രമിക രോഗ പരിശോധന നടത്തുന്നതിനുള്ള നൂതന നാറ്റ് ലാബുകളും IMA സജ്ജീകരിച്ചിട്ടുണ്ട്.